ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ രേണുസുതിയെക്കുറിച്ച് പറഞ്ഞാലും തരില്ല. ഡെയിലി ഇങ്ങനെ ഇട്ട് തരികയാണ്, മീഡിയയിലേക്ക് ഇട്ട് തരികയാണ്. നിങ്ങളെടുത്ത് അമ്മാനമാടിക്കുള്ളൂ, എന്നെ നിങ്ങൾ ഗോസിപ്പ് പറയൂ, എന്നെ നിങ്ങൾ നെഗറ്റീവ് പറയൂ, അതിനുള്ള എല്ലാ സാധനവും ഞാൻ ഇട്ടുതരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് 3 നായകന്മാരോടുത്ത് ഒരുമിച്ചൊരു റീല് ചെയ്യുന്നു. ആ റീല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുന്ന രേണുസുതിയെ ഈ നായകന്മാർ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. വെറുതെ റീല് ചെയ്ത് മറ്റുള്ളവർക്ക് ഇട്ട് തരികയാണ്. ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 3 നായകന്മാരും കൊണ്ടിട്ട് മറ്റേതില്ലേ, പുള്ളിക്കുയിലേ, ആ പാട്ട് വെച്ച് റീല് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയ രേണുസുതിയെ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ പിള്ളേരായിട്ട് ഇരുന്നിട്ട് ഒരിക്കലും രേണുസുതിയുടെ ഒരു കാര്യവും നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഷോർട്സ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും അതുപോലെ വീഡിയോസ് ആണെങ്കിലും രേണുസുതിയുടെ ഒന്നും നമുക്ക് കാണാൻ ഇനി സാധിക്കത്തില്ല. അതേപോലെയുള്ള വസ്ത്രവിധാനവും അതേപോലെയുള്ള റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന റൊമാൻസ് അല്ല അവിടെ. അവിടെ അർത്ഥം വെച്ചുള്ള വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ടാണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ തുടരെ പറഞ്ഞു തരാം. അതിനു മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഉടായ്പ് പൊളിക്കാം. ആദ്യം തന്നെ രേണുസുധിയുടെ കല്യാണത്തിനെ കുറിച്ച് ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല. ഉറപ്പായിട്ടും കടുത്ത തീരുമാനം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അണുവിട ഞാൻ മാറില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട്സുകളും കുടുംബക്കാരൊക്കെ പറഞ്ഞു ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കുന്നു. പക്ഷെ ഞാൻ രേണുസുധി ആയിരിക്കും. ഇപ്പൊ രേണുസുധിയുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്, രേണുസുധി കല്യാണം കഴിഞ്ഞ് എങ്ങോട്ട് പോകും? ഞങ്ങൾ ആ വീട്ടിൽ നിൽക്കത്തില്ല, ഞങ്ങൾ ഫ്ലാറ്റിലോട്ട് പോകും. അപ്പൊ പറയുന്നുണ്ട് ഫ്ലാറ്റില് പ്രണയിക്കാൻ പറ്റിയ സ്ഥലം ശരിക്കും എന്താണ്, ബാൽക്കണി തന്നെയാണ് രേണുസുധി എന്ന് പറയുന്നത്. ബാൽക്കണി തീരുന്നതിന് തൊട്ടപ്പുറത്തെ സീനുകൾ കാണാം, നമുക്ക് കുറെ സീനുകൾ പുഷ്പിക്കാം അല്ലെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കളിയാക്കി ചിരിക്കുകയാണ് രേണുസുധിയെ എല്ലാവരും കൂടെ. അപ്പൊ രേണുസുധി അങ്ങോട്ട് ഉയർന്നു പോയി. അതെ അതെ, ഞങ്ങൾ ഫ്ലാറ്റ് മേടിച്ച് ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് നോക്കൂ. ഞാൻ ഇവന്റെ ഫ്ലാറ്റിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നല്ലോ. ഇല്ലേടാ, നിന്റെ ഫ്ലാറ്റിൽ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കായിരുന്നു. ഗോസിപ്പ് ഇട്ട് തരികയാണ് കേട്ടോ. അപ്പൊ അവർ തമ്മിൽ അവിഹിതമുണ്ട് എന്ന് തെളിയിക്കുകയാണ്. എന്നിട്ട് എടാ നിനക്ക് എയറിൽ പോകാൻ സമയമായിട്ടോ എന്ന് രേണുസുധി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ഉടായ്പ പറയാം കേട്ടോ. അപ്പൊ ഈ ചെക്കൻ ഉണ്ടല്ലോ, ഈ 3 നായകന്മാരിൽ ഒരാളാണ് ഈ ചെക്കൻ. നീ UK കാരനാന്നൊക്കെ പറയുന്നേ, നീ അങ്ങനെ തന്നെയായിട്ട് ഇരുന്നോടാ, UK കാരനായിട്ട് ഇരുന്നോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രേണുസുധിക്ക് UK കാരനെ കണ്ടെത്തി കേട്ടോ. ഇനി ഇപ്പൊ വീട്ടില് ആ UK കാരൻ പറയാ, ഈ രേണുസുധി ഇപ്പൊ വീട്ടിലേക്കൊന്നും വരുന്നില്ല, പുള്ളിക്കാരിയെ വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരാറില്ല. ആദ്യമൊക്കെ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് താമസിക്കാറുണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങൾ അവിടെ മറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ. വാച്ചും എല്ലാ സാധനങ്ങളും എൻ്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നത് എന്തൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നത്, ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മുഖം പൊത്തി പിടിച്ച് ചിരിക്കുന്നു കേട്ടോ. ഞങ്ങളൊരു ഫ്ലാറ്റിൽ ഒരുമിച്ച് താമസിക്കാറുണ്ടല്ലോ. ഇല്ലടാ, വൈറ്റ് ലൈലെ ഷൂട്ടിന് കഴിഞ്ഞപ്പോൾ എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല, ഞാൻ ഇവൻ്റെ ഫ്ലാറ്റിൽ പോയിട്ടാണ് താമസിച്ചത്. ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. ഒരു 4 or 5 days അല്ലടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൻ അതെ അതെ, പക്ഷെ ഇപ്പൊ വരുന്നില്ല, എന്താണാവോ? അതിനിപ്പോ നമ്മൾ ഒരുമിച്ച് താമസിച്ചാൽ ഇപ്പൊ എന്താ, വെറുതെ ഗോസിപ്പ് ഇട്ട് തരാം, അവര് താമസിച്ചോട്ടെ. എന്തിനാണ് ഈ അർത്ഥം വെച്ച് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ഇട്ട് തരുന്നേ? പിന്നെ അവനൊന്ന് തോണ്ടലും മാന്തലും പിടിക്കലും, ഒരു എന്തെന്നാ പറയാ, ഇതൊക്കെ അഭിനയാണോ? നിങ്ങൾ എല്ലാവരും ഇപ്പോൾ വന്നിട്ട് പറയുന്നുണ്ട് അവൾ അഭിനയിച്ചോട്ടെ, അവൾക്കുള്ള കാശ് നിങ്ങൾ കൊടുക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ അഭിനയാണോ? നിങ്ങൾ തന്നെ പറ. ഇതൊക്കെ റീൽസ് അഭിനയിക്കാന്ന്. രേണുസുതി പിന്നാലെ ആൾക്കാർ ഓടുന്ന നോക്കിയൊക്കെ. രേണുസുതി സമയമില്ലാതെ ഓടുകയാണ്. അപ്പോഴാണ് പിന്നാലെ ക്യാമറയും പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുക. അയ്യോ സമയമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ രേണുസുതി വിടാൻ ഇവരൊന്നും എന്താ പറയാ, ഇങ്ങനെ ഒരു ഗോസിപ്പ് കിട്ടാൻ വേണ്ടി വിടാൻ ഒരിക്കലും ഒരുക്കല്ല. പിന്നാലെ നടന്നു രേണുസുതി, ഒരു ബൈറ്റ് ഇതാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രേണുസുതി പറയാണ്, ഞാൻ ഇനി എല്ലാ റീൽസിലും ഷോർട്സ് ഇട്ടാണ്, നിക്കർ ഇട്ടിട്ടുകൊണ്ടാണ് ഞാൻ ഇനി അഭിനയിക്കാൻ പോകുന്നത്. ഇപ്പൊ പലതരം കളർ നിക്കർ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഇനി വീഡിയോ ആയാലും ഷോർട്സ് ആയാലും റീൽസ് ആണെങ്കിലും ഒക്കെ ഞാൻ നിക്കർ ഇട്ടിട്ടാണ് അഭിനയിക്കാൻ പോകുന്നത്. ആർക്കാ എന്താ പ്രശ്നമുള്ളത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് രേണുസുതി വസ്ത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഏതൊരു ഷൂട്ടിനുള്ള വസ്ത്രം പാവാട ഇട്ടിട്ടുണ്ട്, അര ബ്ലൗസ് ഇട്ടിട്ടുണ്ട്, ഷാളൊന്നും കുത്തിയിട്ടില്ല. അപ്പൊ അടുത്തത് കുത്താൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പറയുന്നത്, രേണുസുതി ഒന്ന് തിരിഞ്ഞ് മൂടൊന്ന് നോക്കാനാണ്. രേണുസുതി തിരിഞ്ഞ് മൂട് കാണിച്ചു കൊടുക്കുന്നു കേട്ടോ. മൂട് കാണിച്ചു കൊടുക്കുമ്പോൾ മൂട് ശരിയാണ്. അല്ല, മൂഡ് ശരിയല്ലാന്ന് രാവിലെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ക്യാമറയുടെ മുന്നിൽ മൂഡൊക്കെ ഞാൻ തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും മൂഡ് നോക്കി, ബെസ്റ്റ് അഭിപ്രായം, നല്ല മൂഡാണ് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ബ്രസ്റ്റും മൂടും കാണിച്ചു കൊടുത്ത സ്ഥിതിക്ക് നെക്സ്റ്റ് വരാൻ പോകുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അത് അടുത്ത് തന്നെ കാണിച്ചിരിക്കും കേട്ടോ. നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് കാറിൽ ഈ പയ്യനുമായിട്ട് ചെന്നിരിക്കുന്നത് UK കാരൻ പയ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ ഇറക്കിയിട്ടുണ്ട്. കൂടെ അഭിനയിക്കുന്നതാണ്, UK കാരൻ പയ്യനൊന്നല്ല. അത് കാറിൽ ചെന്നിരിക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ രേണുസുതി എന്ന് പറഞ്ഞ് മുട്ടി വിളിക്കുന്നുണ്ട്. അപ്പൊ കാറിലിരുന്ന് ഒരു പഞ്ചാര ചിരിയും നോട്ടവും ഒക്കെ കഴിഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ക്ഷീണിച്ചോ ചോദിക്കുന്നുണ്ട് ഒരാൾ കേട്ടോ. ഇതൊക്കെ അർത്ഥം വെച്ച് ചോദിക്കുന്നതല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലല്ല, ചോദിക്കുന്നത് തന്നെയാണ്. അങ്ങനെയൊന്നും ഞങ്ങൾ ക്ഷണിക്കുന്ന വ്യക്തികളല്ല, ഞങ്ങൾക്ക് അത്യാവശ്യം സ്റ്റാമിനയൊക്കെ ഉണ്ട് എന്നാണ് പിന്നെ പറയുന്നത് കേട്ടോ. എല്ലാം സുധിച്ചേട്ടന് വേണ്ടി എന്ന് ഓർക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനം. രേണുസുതി പറയുകയാണെ,
എല്ലാം എൻ്റെ പിള്ളേർക്ക് സുധിച്ചേട്ടന് വേണ്ടി എന്ന് ഓർക്കുമ്പോഴേ എനിക്കൊരു സമാധാനം. ഇതൊക്കെ എല്ലാവരും വെച്ചുകൊണ്ട് പറയണം. പല യൂട്യൂബേഴ്സും ഇട്ട് അമ്മാനമാടുന്നുണ്ടല്ലോ, സുധിച്ചേട്ടന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മാനമാടുന്നല്ലോ. ഈ ഹണിമൂൺ എവിടെയാണ് പോകുന്നത് രേണുസുതി എന്ന് പറയുന്നുണ്ട്. പറഞ്ഞു പ്ലാൻ ചെയ്തിട്ടില്ല, എവിടെ പോകണം മോളൂ എന്ന് കേൾക്കാനും. അപ്പോൾ നമുക്ക് രേണുവിന് ഏറ്റവും ഇഷ്ടം ഫേവറേറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയാണ് കേട്ടോ. ശരിയാണ് കേട്ടോ, എനിക്ക് ചങ്ങനാശ്ശേരി ഇഷ്ടം. രേണു പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കാശ്മീരിൽ പോകാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീഡിയക്കാർക്കൊന്നും കവറേജ് കിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട്, എന്താ ഞങ്ങളെ കയറ്റത്തില്ലേ, കാശ്മീരൊന്നും നിങ്ങളുടെ അടുത്തേക്ക് കയറ്റത്തില്ലേ ചോദിക്കുന്നുണ്ട്. അല്ല, അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നെ കല്യാണത്തിനെ കുറിച്ചിട്ട്, പ്രണയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇല്ലേ, എനിക്ക് മാത്രം എന്തേ തെറ്റ്, ഞാൻ ചെയ്ത എന്ത് തെറ്റ്, എൻ്റെ പ്രണയത്തിൽ ഇച്ചായനാണോ ഇക്കയാണോ ചേട്ടനാണോ എന്നൊന്നും അറിയത്തില്ല എന്ന് പറയുന്നത്. ഒരു തെറ്റില്ല രേണുസുതി, എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പ്രശ്നം, അല്ലാതെ നീ അങ്ങനെ ചെയ്തുകൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല. ഇനി വയറ്റിലെ ഷൂട്ടിൻ്റെ കാര്യമൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പുറത്ത് പറഞ്ഞല്ലോ. ഷൂട്ടിന് പോയി കഴിഞ്ഞപ്പോഴാണ് അവിടെ എനിക്ക് നിൽക്കേണ്ട ആവശ്യകത വന്നത്, ഈ ചെക്കൻ്റെ വീട്ടിൽ നിന്നത്. 4-5 ദിവസം നമ്മൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് നിന്നു. എൻ്റെ വാച്ചും കുറേ സാധനങ്ങളും, എന്തൊക്കെ സാധനങ്ങളാ അതൊന്നും പറയത്തില്ല, ഒരു പെണ്ണ് ഇടാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സാധനങ്ങളും അവിടെ ഞാൻ മറന്നു വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുക്കാൻ പോകണ ഒരു ദിവസം, ഇല്ലേടാ നീ എയറിൽ കയറാൻ നിനക്ക് സമയമായിട്ടിടോ എന്നൊക്കെ പറഞ്ഞ് അവനെ മൂച്ചു കയറ്റുന്നു. അവനാണെങ്കിൽ സന്തോഷം, കടലേട് സുന്ദരൊപ്പം എയറിൽ കയറാൻ സന്തോഷമായിരുന്നു. എന്നാൽ കൂടുതൽ ഒന്നും കൂടി ഒന്ന് ആൾക്കാരെ ഇടയിൽ ഫേമസ് ആവാലോ. ഓരോരുത്തർ വൈറലാവാൻ പറ്റിയ ഓരോരോ സാഹചര്യങ്ങൾ കണ്ടുപിടിക്കുക, അതിന് വേണ്ടി രേണുസുതിയെ പിച്ചി മാന്തി നുള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വൈറലായി കിട്ടും. പീച്ചക്കനും ഇതൊക്കെ തന്നെയാണ് ഐഡിയ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വൈകാതെ തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങളാരും മറക്കണ്ട. 2 സ്ഥലം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി 3ാമത്തെ സ്ഥലം കാണിക്കാൻ രേണുസുതി സന്നദ്ധയായിക്കൊണ്ട് വിത്തിൻ 1 വീക്ക് 3ാമത്തെ സ്ഥലം കൂടി നമുക്ക് കാണിച്ചു തരും കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, താങ്ക്